ബഹുമാന്യരെ, എന്റെ പേര് അമ്മിണി. എന്റെ ഭർത്താവിനെ നിങ്ങൾ അറിയുമായിരിക്കും. പ്രശസ്ത സയന്റിസ്റ്റ് ഡോക്ടർ പാച്ചുമുയൽ. കഴിഞ്ഞ വർഷം ചക്ക വീണ് ചത്ത പാച്ചുമുയൽ. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. നിങ്ങൾ കരുതും പോലെ അദ്ദേഹത്തിന്റെ മരണം യാദൃശ്ചികമായി സംഭവിച്ചതല്ല. എന്റെ പാച്ചുവേട്ടനെ ആരോ കൊന്നതാണ്. അമ്മിണി മേഡം, നിങ്ങൾ എന്താണ് പറയുന്നത്? താങ്കളുടെ ഭർത്താവ് പാച്ചുമുയൽ ചക്ക വീണാണ് ചത്തതെന്ന് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത്? അല്ല, എന്റെ ഭർത്താവിനെ കൊന്നതാണ്. ആരോ കൊന്നതാണ്. അങ്ങനെ പറയാൻ നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുകളും ഉണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിന്റെ മരണം ആകസ്മികമായി സംഭവിച്ചത് എന്നാണ് എല്ലാവരും കരുതുന്നത്. പ്ലാവിന്റെ ചോട്ടിൽ ചുമ്മാ ചൊറുകുത്തിയിരുന്നപ്പോൾ തലയിൽ ചക്ക വീണാണ് അദ്ദേഹം അന്തരിച്ചത് എന്ന് ചിലർ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അത് കള്ളമാണ്. ചക്ക വീണത് യാദൃശ്ചികമല്ല, ആരോ കരുതിക്കൂട്ടി ചെയ്തതാണ്. മിസ്സിസ് അമ്മിണി, നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? താങ്കൾ കാര്യങ്ങൾ വ്യക്തമാക്കൂ. പാച്ചുമുയൽ വധക്കേസിൽ പുനരന്വേഷണം വേണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കേസ് അദ്ദേഹം ഏറ്റെടുക്കണം. ആര്? ടൈഗർ പോലീസ്. ടൈഗർ പോലീസിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. എന്റെ ഭർത്താവിന് നീതി ലഭിക്കണം. അദ്ദേഹത്തിന്റെ മരണം ഒരു സാധാരണ മരണമാണെന്ന് വരുത്തി തീർക്കാൻ ലോക്കൽ പോലീസ് ചില കള്ളക്കളികൾ കളിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഫോറൻസിക് പരിശോധനയിലും ചില തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടിത് മുന്നേ പറഞ്ഞില്ല? ഇതിപ്പോ ഡോക്ടർ പാച്ചു മരിച്ചിട്ട് 1 മാസമായി. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ പറയാം. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണെന്ന്. എന്തെങ്കിലും പുതിയതായി കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. എന്നിട്ട് ഐസക് ന്യൂട്ടനെ പോലെയോ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയോ ലോകമറിയുന്ന സയന്റിസ്റ്റ് ആകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആപ്പിൾ തലയിൽ വീണപ്പോഴായിരുന്നല്ലോ ന്യൂട്ടൻ ഗുരുത്വാകർഷണം കണ്ടെത്തിയത്. ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ മുഖ്യമായും അതിലായിരുന്നു. എന്റെ ഭർത്താവ് ആയിടെ ആപ്പിൾ മരം അന്വേഷിച്ചു നടന്നിരുന്നു. അദ്ദേഹം ചക്ക വീണ് അന്തരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് അസ്വാഭാവികത തോന്നിയില്ല. ആപ്പിൾ മരം കിട്ടാതെ വന്നപ്പോൾ പ്ലാവിന്റെ അടിയിൽ പോയിരുന്നതായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അദ്ദേഹം ഒരു പരീക്ഷണം നടത്താൻ പ്ലാവിന്റെ അടിയിൽ പോയി ഇരുന്നതല്ല. അദ്ദേഹം അത് ചെയ്യില്ല. എനിക്ക് ഈയിടെ അദ്ദേഹത്തിന്റെ ഒരു ഡയറി കിട്ടി. അതിൽ തെളിവുകളുണ്ട്. എന്നോട് മാത്രം പറ, ഞാൻ ആരോടും പറയില്ല. പോടോ പന്നി. ചക്ക വീണ് മുയല് ചത്ത കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി ഭാര്യ അമ്മിണി. ചക്ക വീണ് മുയല് ചത്ത കേസിന്റെ അന്വേഷണം ഉടൻ തുടങ്ങുമെന്ന് ടൈഗർ പോലീസ്. ചക്ക വീണ് മുയല് ചത്ത കേസിൽ നീതി പുലരുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ചക്ക വീണ് മുയൽ ചത്ത കേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ക്ഷമിക്കണം സാർ, ഞാൻ ഇടപെടുകയാണ്. അങ്ങനെ അങ്ങ് കാടടച്ച് പിടിവെക്കാൻ ഒക്കത്തില്ല. താൻ പോടോ. കൂഴച്ചക്കയാണ് തലയിൽ വീണതെങ്കിൽ നമുക്കെന്തെങ്കിലും പ്രതീക്ഷയുണ്ട്. വരിക്കച്ചക്കയാണെങ്കിൽ നീതി പുലരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, വിവിധ തരം ചക്കകളാണ് ഇന്ന് വിപണിയിൽ ഉള്ളത്. കൂഴച്ചക്ക, വരിക്കച്ചക്ക, ആത്തച്ചക്ക, ആനിച്ചക്ക, കടച്ചക്ക, അങ്ങനെ പോകുന്നു. ഞാൻ പറയട്ടെ. എന്ത് അസംബന്ധമാണ് ഇയാളി പുലമ്പുന്നത്? ക്ഷമിക്കണം, സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. ഏതായാലും ചക്ക വീണ് മുയല് ചത്ത കേസിന്റെ അന്വേഷണം ടൈഗർ പോലീസ് ഏറ്റെടുത്തതോടെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഈ കേസിൽ ഇപ്പോൾ ഉള്ളത്.